മാർച്ച് 26 വിശുദ്ധ ലൂഡ്ഗർ മെത്രാൻ. AD 742 നെതർലൻഡ്സിൽ ജനനം. മാർച്ച് 26, 809 ജർമ്മനിയിൽ വെച്ച് മരണം. ഇന്ന് ജർമ്മനിയുടെ ഭാഗമായ ഫ്രീസ്ലൻഡിൽ 742 വർഷത്തിൻ്റെ അവസാനമോ 743 ആദ്യമോ ലൂഡ്ഗർ ജനിച്ചു. വിശുദ്ധ ബോനിഫസിൻ്റെ ശിഷ്യനായ വിശുദ്ധ ഗ്രിഗറിയുടെ ശിക്ഷണത്തിലാണ് ലൂഡ്ഗർ വളർന്നു വന്നത്. കുട്ടിയുടെ ആധ്യാത്മിക പുരോഗതി കണ്ട് വിശുദ്ധ ഗ്രിഗറി അവന് ഡീക്കൻ പട്ടം നൽകി. 4.5 വർഷം ഇംഗ്ലണ്ടിൽ അൽക്കുയിലിൻ്റെ കീഴിലും അധ്യയനം ചെയ്തു. ഭക്താഭ്യാസങ്ങളിലും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും സഭാപിതാക്കന്മാരുടെ കൃതികൾ പാരായണം ചെയ്യുന്നതിലുമായിരുന്നു യുവാവായ ലൂഡ്ഗറിൻ്റെ ശ്രദ്ധ. ലൂഡ്ഗർ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. വൈദികൻ എന്ന നിലയിൽ അനേകരെ മാനസാന്തരപ്പെടുത്തുവാനും പല ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അക്കാലത്ത് വിജാതീയരായ സാക്സന്മാർ ഫ്രീസ്ലൻഡ് പിടിച്ചടക്കുകയും ഫാദർ ലൂഡ്ഗർ ഇറ്റലിയിൽ മൊന്തെ കസിനോ ആശ്രമത്തിൽ 3.5 വർഷം താമസിക്കുകയും ചെയ്തു. 787 കാർലെമാൻ ചക്രവർത്തി സാക്സന്മാരെ തോൽപ്പിച്ചു. ഉടനെ ലൂഡ്ഗർ തിരിച്ചു വന്ന് തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ തുടർന്നു. 802 അദ്ദേഹം മുൺസ്റ്റൈറിലെ മെത്രാനായി. മെത്രാനായ ശേഷവും ഉപവാസവും ജാഗരണവും കുറയാതെ അഭ്യസിച്ചുകൊണ്ടിരുന്നു. രഹസ്യമായി അദ്ദേഹം ധരിച്ചിരുന്ന രോമവസ്ത്രത്തെപ്പറ്റി മരണത്തിന് തൊട്ട് മുൻപ് മാത്രമേ പരിചിതർക്ക് പോലും അറിയുവാൻ കഴിഞ്ഞുള്ളൂ. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. ദരിദ്രരോട് സ്നേഹവും ധനികരോട് ദൃഢതയും അദ്ദേഹം പ്രകാശിപ്പിച്ചു വന്നു. തൻ്റെ ആദായമൊക്കെ നശിപ്പിക്കുകയാണെന്നും ദൈവാലയാലങ്കാരങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്നും കാർലെമാൻ ചക്രവർത്തിയുടെ മുൻപിൽ ആരോപണമുണ്ടായി. ഈ ആരോപണത്തിന് സമാധാനം പറയുവാൻ ചക്രവർത്തി ദൂതന്മാരെ അയച്ചു. മറുപടി നൽകുവാൻ അല്പം വൈകി. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ബിഷപ്പ് ലൂഡ്ഗർ മറുപടി പറഞ്ഞു, ചക്രവർത്തിയോട് എനിക്ക് ബഹുമാനമുണ്ട്, എന്നാൽ ദൈവം അങ്ങേക്കുപരിയാണല്ലോ. ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തോടുള്ള കടപ്പാട് നിർവഹിച്ചു വേണമല്ലോ അങ്ങയുടെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ. ഈ മറുപടി ചക്രവർത്തിയെ അത്യധികം പ്രസാദിപ്പിച്ചു. ചക്രവർത്തിയുടെ ബഹുമാനാദരങ്ങളോടെ അദ്ദേഹം മടങ്ങി. പ്രാർത്ഥനകളുടെയും തിരുക്കർമ്മങ്ങളുടെയും സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് മറ്റു കാര്യങ്ങളിൽ തലയിടുന്ന വൈദികരെ അദ്ദേഹം ശാസിക്കുമായിരുന്നു. ഓശാന ഞായറാഴ്ച പാതിരാത്രിക്കാണ് ബിഷപ്പ് മരിച്ചത്. അന്ന് രാവിലെയും കൂടി അദ്ദേഹം പ്രസംഗിക്കുകയും 9 മണിക്ക് ദിവ്യബലി സമർപ്പിക്കുകയുമുണ്ടായി. മരണസമയം അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. വചനം ലൂക്ക 22:46. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വിചിന്തനം: വിശുദ്ധ കുർബാന സ്ഥാപിച്ചിരിക്കുന്ന ദൈവാലയങ്ങൾ എത്ര അച്ചടക്കത്തോടെ നാം സൂക്ഷിക്കേണ്ടതാണ്. സക്രാരിയുടെ മുൻപിൽ അനാദരമായി സംസാരിക്കുന്നതും വ്യാപരിക്കുന്നതും എത്ര വലിയ ഉതപ്പാണ്.